നമ്മൾ ഇൻഡോ പാർക്ക് ബോർഡറിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ വണ്ടിയിലിരുന്ന് ഇറങ്ങിപ്പോയി. നല്ല വെയിലുള്ളതുകൊണ്ട് ജാനുമേ ഇപ്പോൾ തോർത്തൊക്കെ ഇട്ട് മൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഉണ്ണിയോട് ചോദിച്ചു, നമ്മൾ വേറെ വല്ല അങ്ങോട്ട് കടത്താനാണെന്ന് അവർ വിചാരിക്കുമോ, തോർത്തൊക്കെ ഇട്ട് മൂടിക്കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇവിടെ സീറ്റ്സ് ഒക്കെ ഇട്ടിരുന്നു. മറ്റേ വാഗ ബോർഡറിലെ പോലെ വൈകുന്നേരങ്ങളിൽ വന്ന ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം നമ്മൾ നട്ടപ്പുറ വെയിലത്ത് വന്നുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പോയിന്റിന് ശേഷം റെക്കോർഡിംഗ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഒന്നുമില്ല, നമ്മൾ ഈ റോഡ് അങ്ങ് അറ്റം ചെല്ലുമ്പോൾ ആ ബോർഡറിൻ്റെ അടുത്ത് നിൽക്കാം. ഒരുപാട് അങ്ങ് അടുത്തോട്ടൊന്നും വിടില്ല. ഇവിടെ ഇങ്ങനെ സീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വല്ല ഷോയും നടക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ചെന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇതാ ആ പടി പോലെ കാണുന്നില്ല, ആ ടവറിൻ്റെ മുകളിൽ കയറി ഒരു വ്യൂ കിട്ടും അവിടെ നിന്ന്. പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണാം, ബോർഡർ കാണാം. ഇത്രയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്ന പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ്. ഞങ്ങൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഗൂഗിൾ മാപ്പ് തുറന്നപ്പോൾ നമ്മൾ കണ്ട ഇമേജ് ഇതാണ്. ഞങ്ങൾ ഇത്ര ക്ലോസ് ആയിരുന്നു ബോർഡറിന്. അത് ഇപ്പോൾ ആലോചിക്കുമ്പോഴും അന്ന് കണ്ടപ്പോഴും ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്ന ഒരു മൊമെൻ്റ് ആണത്. മാപ്പിൽ ഇത്രയും പാകിസ്ഥാൻ്റെ അടുത്താണ്, നമ്മൾ ആ വരയിൽ പോയി നിൽക്കുകയാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ്, ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു.